ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ കണ്ട് തിയേറ്ററിൽ നിന്ന് പുറത്തുവരുന്നത്. ഒരുപാട് കാലത്തിനു ശേഷം ഒരു വിന്റേജ് ടച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ കോമഡി കണ്ടതുപോലെയുള്ള സംതൃപ്തി. സിനിമ തുടങ്ങുമ്പോൾ തന്നെ ചെറിയ ഗ്രാമത്തിൽ നടക്കുന്ന രഹസ്യ സംഭവങ്ങൾ, ആ ദൃശ്യങ്ങളുടെ നാടൻ ഫിയർ ഒക്കെ കാണുമ്പോൾ തന്നെ സിനിമയിൽ കയറിപ്പോകുന്നു. സംവിധായകൻ ആകാശ് ശിവ വളരെ ക്രിയേറ്റീവ് ആയി കഥ ഒരുക്കിയിരിക്കുന്നു. ജാസ്മിൻ കിട്ടിയില്ലെങ്കിലും മനോഹരമായ സ്നേഹത്തോടെ ഈ കഥാപാത്രം നമ്മളെ പിടിച്ചു നിർത്തുന്നു. ബേസിൽ ജോസഫ് ആണ് സിനിമയുടെ ചിതറൻ. അദ്ദേഹത്തിന്റെ തമാശയും എക്സ്പ്രഷൻസും വളരെയധികം നാച്ചുറൽ ആണ്. അദ്ദേഹത്തിന്റെ ഡെഡ്പാൻ ഹ്യൂമർ ക്ലാസ് ആണ്. വളരെ സബിൾ ആണെങ്കിലും നിറം പിടിപ്പിക്കുന്നു. സേജ് കുറുപ്പ് യൂഷ്വൽ സ്റ്റൈലിൽ കൊമ്പുകുത്തി ഒത്തുപോകുന്നു. മികച്ച സപ്പോർട്ട്. ഫീമെയിൽ ലീഡ് ആകുന്ന പ്രിയ പ്രകാശ് ഫെയറിയോ നന്നായി മുന്നേറുന്നു. കോമഡിക്കുള്ള ടൈമിംഗും ചാർമും ബാലമുണ്ട്. സ്ക്രീൻ പ്ലേ വളരെ എൻഗേജിംഗ് ആണ്. ചെറിയ സ്ഥലത്തുള്ള വലിയ കഥയെ മനോഹരമായി പറഞ്ഞിരിക്കുന്നു. എഡിറ്റിംഗ് വളരെ ക്രിസ്പ്ലി ആണ്. അൺനെസസറി സീൻസ് ഒന്നും ഇല്ല. ഓരോ സീൻ ഇന്റർവെൻഷൻ പോലെ പൊളിച്ചു. സിനിമാറ്റോഗ്രാഫി ക്ലാസ് ആണ്. ലളിതമായ സെറ്റപ്സും നാടൻ ബാക്ക്ഡ്രോപ്സും വളരെ സ്വാഭാവികമായി ക്യാപ്ചർ ചെയ്തിരിക്കുന്നു. മ്യൂസിക് കൂടെ നല്ല സപ്പോർട്ട് ആണ്, എസ്പെഷ്യലി ക്വർക്കി ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഗാനങ്ങൾ വളരെ കുറവാണ്, പക്ഷേ യൂസ് ചെയ്തിട്ടുണ്ട് സ്പാർ ഓൺ. പോസിറ്റീവ് വശങ്ങൾ: ബേസിൽ ജോസഫിന്റെ എഫർട്ട്ലെസ് പെർഫോമൻസ്, സ്മാർട്ട് സ്ക്രീൻ പ്ലേ വിത്ത് കൺസിസ്റ്റന്റ് ഹ്യൂമർ, authentic setting, sound design, unpredictable yet fun climax. നെഗറ്റീവ് വശങ്ങൾ: ആദ്യ പാതിയിൽ പേസ് കുറച്ച് സ്ലോ ആണ്. ചില സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സ് ക്ലച്ച് ഫീൽ തരാം. തുടങ്ങും മുതൽ അവസാനത്തേക്ക് വരെ അലോസരമില്ലാതെ ഹാസ്യവും ത്രില്ലും ചേർന്നിട്ടുള്ള നല്ല ഒരു എന്റർടൈനർ ആണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഒരു ഡിറ്റക്റ്റീവ് സ്റ്റോറിയെ ഇങ്ങനെ മനോഹരമായി പറഞ്ഞിട്ടില്ല ആദ്യമായി.